ഇത് പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പ്. ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെയാണ് നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം ആവശ്യത്തിന് ഈ ഡ്രമ്മിലേക്ക് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയത് നിൽക്കും, ഈ വെള്ളം സ്റ്റോപ്പാവും. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അണ്ണാന്, കാക്ക, വാലാട്ടിപ്പക്ഷി, ബുൾബുൾസ്, കൂത്താങ്കുരുവികൾ, അങ്ങനെ കുറേ ബേഡ്സ് നമ്മൾ ഈ രാവിലെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കാനായിട്ട് വരും. അപ്പോൾ ഇത് അവർക്കുള്ള വെള്ളമാണ്, ഫുഡ് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതാ പറന്ന് നടക്കുന്നുണ്ട് മുകളിലൊക്കെ. ഒരിഷ്ടം അവരോട്. നമ്മൾക്ക് ഈ ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈ മരങ്ങളിലൂടെ നമുക്ക് അവരെയൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു ഇതാണ്. കാരണം കുറേ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ പോലും കുറച്ച് ഈ മാങ്ങയാണെങ്കിലും അവിടെ ഓരോ പല ഭാഗത്തായിരിക്കും ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കിത് എല്ലാവരും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ എല്ലാവരും ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് ഈ പക്ഷികളും അതുപോലെ ഫിഷ് അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷേ അവർ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പോൾ ഇത് നമ്മൾ നട്ടതോട് കൂടിയിട്ട് നമ്മൾക്ക് പല പക്ഷികളും ഇവിടെ വന്ന് അവർ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വീഴുന്ന വെള്ളം തന്നെ അവർ വന്ന് കുടിച്ചിട്ട് പോകുന്നത് കാണാൻ ഭയങ്കര ഒരു രസമാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്നത് രാസവളങ്ങൾ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെറസിന് കേടാണ് ഈ രാസവളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളങ്ങളായിട്ട്. അതിനുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. അത് അധികം മധുരമൊന്നും കാണത്തില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സിന് നല്ല മധുരമാണ്. അപ്പോൾ നമ്മൾ ഈ എൻ്റെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് നല്ല മധുരമാണല്ലോ എന്നുള്ള ലെവലിൽ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ ഗുണമാണെന്നാണ് എനിക്കത് കരുതുന്നത്. പക്ഷേ അതുപോലെ തന്നെ ചെടികളും കുറേ കാലം ഈട് നിൽക്കുന്നുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഉണക്കങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവിടെ ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ എനിക്ക് ഈ ടെറസ് ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഭാഗം ഞാൻ പണിയുമ്പോൾ തന്നെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഈ ടെറസ് ഒരുക്കിയത് തന്നെ. കാരണം നല്ലൊരു ചരിവ വിട്ടിരിക്കുന്നത്. കാരണം ഒരു തുള്ളി വെള്ളം പോലും ടെറസിൽ പതിയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൃഷി നമ്മളൊരു മനസ്സ് വേണം, പിന്നെ നമ്മൾ അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നമുക്കിതൊരു വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചാണ് ഇതിൽ ഓരോരോ ഡ്രമ്മും നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ നമ്മൾക്ക് ഇതെല്ലാം വാങ്ങിക്കേണ്ടുന്ന ആ സ്ഥലം കണ്ടെത്തണം, നമ്മൾ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരേണ്ടതെന്ന് കണ്ടെത്തണം. പിന്നെ മണ്ണ് നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ സ്റ്റേജ് കുറച്ച് ടഫ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ലെവലിൽ അവർ പൊക്കോളും, നമ്മൾ അവരുമായിട്ടൊരു സമനിലയിലെത്തും.